ഹായ് ഹലോ ഫ്രണ്ട്സ്, പെറ്റ്സ്വാമിൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം, നമ്മൾ പുതിയൊരു ജോഡി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പഴയ ബേർഡ്സിനെ എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ പാരൻസിനെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിൽ ഈ ഫീമെയിൽ ബേർഡ് ഉണ്ട്. ഈ ഫീമെയിൽ ബേർഡ് നമ്മളൊരു ഓൾഡ് ബേർഡാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു 4-5 കൊല്ലം മുമ്പ് നമ്മൾ കൂട് വെച്ചിരുന്നപ്പോൾ ഉള്ള ഒരു ഫീമെയിൽ ബേർഡാണ് ഇത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നൊരു മെയിലാണ് കേട്ടോ. നല്ല അടിപൊളി മെയിലാണ്. അപ്പം ഈ ഫീമെയിൽ ബേർഡിൻ്റെ കുഞ്ഞുങ്ങളുടെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഏകദേശം ഒരു 6-7 ക്ലച്ച് കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തിട്ട് പറത്തിയിട്ടും എങ്ങനെ നോക്കിയിട്ടും അതൊരു 9-10 മണിക്കൂറൊക്കെ സുഖമായിട്ട് പറന്ന ബേർഡ്സാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അത് ഇതിൻ്റെ കൂട്ടത്തിൽ അന്നുണ്ടായിരുന്ന മെയിലിൻ്റെയും ഒരു കാരണമാവാം. ഓരോ ക്ലച്ച് കുഞ്ഞിറങ്ങുമ്പോഴും ഓരോ കളറിലാണ് വീഴുന്നത്. ഇപ്പം റാംപൂരി ലൈനിൽ തന്നെ ബ്ലാക്കും അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വെറൈറ്റി ഒരു ഫീമെയിൽ ബേർഡാണിത്. അത് ഫീമെയിലിൻ്റെ മാത്രം ക്വാളിറ്റി ആണോ എന്നുള്ള അറിയത്തില്ല. അതിപ്പോൾ ഇത് അങ്ങനെ കുറേ നാളുകൊണ്ട് ഇത് നമ്മുടെ കൈവശം ഉണ്ടായിരുന്നില്ല, കോഴിക്കോടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ നമ്മളിന്ന് പുതിയതായിട്ട് ജോഡി ചേർത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ ബെല്ല കിടന്ന് ഭയങ്കര ബഹളമാണ്. അപ്പോൾ നിങ്ങൾ കേൾക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ജോഡി കേട്ടോ. അപ്പം ഈ മെയിലും കുറേ നാൾ കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുകയായിരുന്നു, പിന്നെ അല്ലാണ്ട് ഈ ഫീമെയിലും. അപ്പോൾ ഇന്ന് ഇവരെ നമ്മളങ്ങ് ജോഡി ചേർത്തു. നമ്മുടെ പ്രാവും കുഞ്ഞുങ്ങളുടെ വിഷയം അറിയാനാണെങ്കിൽ ഇവർ സ്വന്തമായിട്ടൊക്കെ തീറ്റയൊക്കെ കൊത്തിപ്പറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 4 പേരെ ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത്. എല്ലാം നല്ല രീതിയിൽ കമ്പവും പൂരവും അതുപോലെ ഗോതമ്പും ഒക്കെ കൊടുത്തു തുടങ്ങി. ഇതിന് പുറമെ ഇവർക്കൊരു 10-20ഓളം കടലയും ഡെയിലി അടച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവരെയൊക്കെ സെപ്പറേറ്റ് ചെയ്യണം. മെയിൻ പ്രശ്നം നമുക്ക് കൂടില്ല. ഓക്കെ, ഇതായിരിക്കുന്നത് നമ്മളെ പ്രാവും കുഞ്ഞ്. ഇവനാണ് നമ്മളിവിടെ ആദ്യമായിട്ട് വരുന്നത്. ഇവന് ഒന്ന് തനിയെ പറന്നിട്ട് ടെറസിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി ഇതാ ഒരു ടെഡി ഫീമെയിൽ ബേർഡാണ്. സോറി, ഇത് ടെഡി ഫീമെയിൽ അല്ല കേട്ടോ. ടെഡി ഫീമെയിൽ അങ്ങ് കൂട്ടിലാണ്. ഈ കിടക്കുന്നതാണ് ടെഡിയിലെ ഒരു ഫീമെയിൽ ബേർഡ്. ഓക്കെ, പിന്നെ നമ്മുടെ ഇന്നലെ റിങ് ഇട്ട കുഞ്ഞു പ്രാവ് നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബേർഡാണ് ഈ കാണുന്നത്. ഇവരെ പാരൻസ് ഒരു ബേർഡ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവരെ തൊടേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. വേണ്ട, നന്നായിട്ട് ഫീഡൊക്കെ ചെയ്ത് ഫുൾ ഫില്ലാണ് ആള്. ഒരു വൈറ്റും റെഡ് ഡോട്ടും മെയിൽ ബേർഡിനെ പോലെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ തലയെ കൊണ്ട് ഇല്ലെന്നാണ് തോന്നുന്നത്. ഇച്ചിരി കൂടെ വളരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ബേർഡ് കൊള്ളാം, സൂപ്പറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വളരുമ്പോൾ അറിയാം നമുക്ക് ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇവർ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഓൾറെഡി മുട്ടയിടാനുള്ള സാധനങ്ങളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നേരത്തെ കാണിച്ച കുഞ്ഞിൻ്റെ പാരൻസാണ് ഇതായി നിൽക്കുന്നത്. ഇവരിങ്ങനെ ഓടി നടന്ന് ഇവിടെയൊക്കെ പുല്ലും ഗ്രിഡൊക്കെ കൊത്തിപ്പറക്കുന്നുണ്ട്. ഇതാണ് ആ ഫീമെയിൽ ബേർഡ്, ഇത് മെയിൽ ബേർഡ്. ഓക്കെ, ഇവരിങ്ങനെ നല്ല രീതിക്ക് ഇലയൊക്കെ കൊത്തിപ്പറക്കുന്നുണ്ട്. ഇതിന് ഊതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിന്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് നമ്മുടെ വിശേഷം. ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇറങ്ങിയാണ്. നമ്മൾ ഷെഡ് അടിക്കും വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പ്രോപ്പർ ഒരു ബ്രീഡിങ് സെക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പം നമ്മൾ നിലവിൽ ബേർഡ്സിന് കൊടുത്തു വരുന്ന ഫുഡ് ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പം, കൂരവ്, അതുപോലെ കഴുകി ഉണക്കിയ ഗോതമ്പ്. ഇത് മൂന്നും മിക്സ് ചെയ്തിട്ടല്ല, കമ്പവും കൂരവും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടും ഗോതമ്പ് നമ്മൾ സെപ്പറേറ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത്. കാരണം ചില ബേർഡ്സ് ഇതിൽ ഗോതമ്പ് മാത്രം കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവർ കൊത്തി തെറിപ്പിക്കും. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം നമ്മൾ കൊടുക്കുന്ന കാൽസ്യമാണ് കേട്ടോ. ഇതാണ് നമ്മൾ കൊടുക്കുന്ന കാൽസ്യം സിറപ്പ്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇതാണ് ഐറ്റം. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ കാൽസ്യം സിറപ്പും അതുപോലെ തന്നെ ഒരു പ്രോട്ടീൻ ഐറ്റം, ഈ ഐറ്റം പ്രോട്ടീൻ സപ്ലിമെൻ്റ് ആണ്. ഇത് പ്രാവും കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ല രീതിക്ക് ബോഡി വെയിറ്റ് കയറും, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആവും എന്നൊക്കെയാണ് പറയണത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 10-20 ദിവസമായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കുഞ്ഞില്ലേ, ഈ കുഞ്ഞിന് നമ്മളത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അളവ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 1 ml മിക്സ് ചെയ്തിട്ട് കുടിക്കുന്ന വെള്ളത്തിൽ വെച്ച് കൊടുക്കാനാണ് പറയുന്നത്. നമ്മൾ എല്ലാ ഡേയ്സിലും അല്ല, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ആണ് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്.
അപ്പോൾ നമ്മളിതിൻ്റെ പ്രോപ്പർ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ വരും ദിവസങ്ങളിലൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആമസോണിൽ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. നമ്മളൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ വാങ്ങിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വിശേഷം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.